3 നമ്മളും ഇഷ്ടപ്പെടണം. അതിനാണിത് പറയുന്നത്. ഒന്ന് സുഗന്ധമാണ്, നല്ല അത്തർ, നല്ല സുഗന്ധം. മയ്യത്തിനടിക്കുന്ന സാധനമുണ്ട്, ജന്നാത്തുൽ ഫിർദൗസ്. അടിച്ചുകൊണ്ട് വന്നാൽ പെണ്ണുങ്ങളൊന്നും പിന്നെ ആ വഴിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ തന്നെ വിട്ടേച്ചു പോകും. അള്ളാഹു ആക്കട്ടെ. ചിലരങ്ങനെ ഉണ്ട്, കടും സാധനമുണ്ട്. പണ്ടത്തെ ടീമുകളൊക്കെ ഉണ്ട്, ഈ പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ചെവി വെക്കും. ഓ അല്ലാ, കിടുക്കാച്ചി ഐറ്റമാണ്. ആ വഴിക്ക് പിന്നെ ഒരൊറ്റ പിശാച് വരുത്തില്ല. ഭയങ്കര മണമാണ്, എഫക്റ്റ്. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ നല്ല കട്ടിയുള്ള സാധനം. ഇന്ന് വളരെ കുറവാണ്. ഇന്നിപ്പോൾ പഞ്ഞി മുക്കിയിട്ട് ചെവി വെക്കുന്നവരുണ്ടോ? പണ്ടൊക്കെ ഇങ്ങനെ ചെവിയുടെ മുകളിൽ തിരികെ വെക്കും. പണ്ട് നമ്മുടെ വാപ്പാക്ക് ഇങ്ങനെ സുബൈക്ക് രാവിലെ അവ്വൽ മക്കത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് മുക്കിയിട്ട് സുബൈ ചെവിയിലോട്ട് തിരികെ വെക്കും. സ്കൂളിലൊക്കെ പോകുമ്പോൾ വെച്ചുകൊണ്ട് പോകാനാണ് പറയും. പിന്നെ ടീച്ചർ പോലും അടുത്തോട്ട് വരത്തില്ല. അതുകൊണ്ടൊരു ഗുണമാണ്, പിന്നെ ചോദ്യമൊന്നുമില്ല, റാഹത്താണ്. കാരണം ഇത് ചെവി വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ മണക്കും. പഴയ സാധനമുണ്ട്, നല്ല കട്ടിയുള്ള കറുത്ത നല്ല അത്തർ. നമ്മുടെ ഭാര്യയ്ക്ക് കൂടി ഇഷ്ടപ്പെടുന്നത് തിരഞ്ഞെടുക്കാൻ. ആൽക്കഹോളൊന്നും ഇല്ലാത്ത, വിത്തൗട്ട് ആൽക്കഹോൾ ഉള്ളതാകുന്ന നല്ല അത്തറുണ്ട്, നല്ല റാഹത്തുള്ള അത്തറുമുണ്ട്, നല്ല സ്പ്രേയും ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കണം. പുരുഷന്മാർ ഉപയോഗിക്കണം, സ്ത്രീകൾ ഉപയോഗിക്കണം. വീടിൻ്റെ അകത്തളത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കാൻ നല്ല സുഗന്ധം ഉപയോഗിക്കാൻ. ഇത് ആദ്യ രാത്രിയിൽ മാത്രം കുറേ മുല്ലപ്പൂവും ചുറ്റിക്കൊണ്ട് പോയതല്ലാതെ പിന്നെ കുളിച്ചിട്ട് പോലുമില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. നല്ല ശരീരത്തിൽ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവണം. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ കുടുംബജീവിതം മുഴുവനും താറുമാറാവാനുള്ള മർമ്മപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ശുചിത്വമില്ലായ്മയാണ്. ഞാൻ വെറുതെ പറയല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൻ്റെ ദുർഗന്ധം നമ്മളറിയുന്നില്ല. നമ്മുടെ ഭാര്യയ്ക്ക് നല്ലതുപോലെ അറിയാം. അവളും അത്തരത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒട്ടും അറിയില്ല. വേറൊരാളാണ് അറിയുക. നമ്മുടെ വായ്ക്ക് പോലും നല്ല നാറ്റമുണ്ട്. വായ്നാറ്റം വളരെ വലിയ വിഷയം തന്നെയാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. അവനവൻ്റെ സ്വന്തം വായ്നാറ്റം അറിയണമെങ്കിൽ ഈ അടുത്തൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, തൊലിപ്പുറത്ത്, നമ്മുടെ കൈയുടെ തൊലിപ്പുറത്തിലേക്കൊന്ന് നാക്ക് നീട്ടിയിട്ടൊന്ന് നക്കുക. നമ്മുടെ കയ്യിൽ, വല്ലവൻ്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ നക്കിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മണത്തി നോക്കിയാൽ മതി. പിന്നെ ബോധം ഉണ്ടെങ്കിൽ ശേഷം ഉണർന്നിട്ട് വല്ലതും ചെയ്യുക. അതിന് മറുപടി ബോധം പോയിട്ടുണ്ടാവും. ഇപ്പം ഇരുന്ന് ചെയ്യാതെ ഇപ്പം ഇരുന്ന് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കണ്ടില്ല. അപ്പം നാക്ക് നീട്ടി ഒന്ന് നക്കാൻ പറയും. ഇപ്പം ഇവിടെ ഇരുന്ന് നക്കുക. അങ്ങനെയുണ്ട്. അതാ കളി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ ഇത് വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് പരീക്ഷ നോക്ക്. ഞാൻ ആരും കാണണ്ട, പെണ്ണുങ്ങളും കാണണ്ട. പതുക്കെ വന്നിരുന്നിട്ട് എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് മണക്കണം. അപ്പം അറിയാം എത്രത്തോളം ദുർഗന്ധം ഉണ്ടെന്ന്. ബോധം വന്നതിന് ശേഷം അതിനുള്ള പ്രതിവിധി നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര വായ്നാറ്റമുണ്ട്. നമ്മളിത് രാവിലെ ഒന്ന് തേച്ചതല്ല, പിന്നെ അള്ളാഹ് ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 5 വഖത്തും പ്രവാചകർ മിസ്വാക്ക് ചെയ്യും എന്നല്ല. ഒരു വ്യക്തിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രവാചകൻ മിസ്വാക്ക് ചെയ്യും. എത്രയോ ഹദീസുകളുണ്ട്. 5 വഖത്തും ഞാൻ ഈ മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഇത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം അത്ര ആവേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ. വളരെ ശ്രദ്ധിക്കണം. കുടുംബജീവിതം താറുമാറാകുന്നതിൻ്റെ മർമ്മപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് പല്ല് തേക്കാതിരിക്കുക, വൃത്തി ശുചിത്വമില്ലാതിരിക്കുക, കക്ഷഗുഹ്യ രോമങ്ങൾ നീക്കാതിരിക്കുക, ദുർഗന്ധം വമിക്കുന്നതായ രീതിക്ക് നടക്കുക, വിയർത്തൊലിച്ച്. നമ്മളറിയുന്നില്ല, നമ്മൾ കച്ചവടക്കാരനാണ്, ജോലിക്കാരനാണ്, പല നിലയ്ക്കുള്ള ജോലി ഉണ്ടാവും. പക്ഷേ ശരീരം വല്ലാതെ വിയർത്ത് കുളിച്ച് പോയിട്ടുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. പല ഭാര്യമാരും അത് തുറന്നു പറയില്ല. നിന്നോടൊപ്പമുള്ള ജീവിതത്തിൽ വലിയ അസ്വാസനങ്ങളുണ്ടായി മാനസികമായ സംതൃപ്തിയില്ലായ്മ വന്ന് മറ്റുള്ള പരപുരുഷന്മാരെ തേടിപ്പോകാനുള്ള കാരണം തന്നെ ഇതാവാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നബിതങ്ങൾക്ക് എത്രയോ സാധനങ്ങൾ ഈ ദുന്യാവിൽ പറയാനുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വസ്തുക്കളിൽ ഒന്നാമതായി പറഞ്ഞത് സുഗന്ധം. വിശാലമായ വാക്കാണത്. സുഗന്ധമെന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരാ, ശരീരത്തിനും വസ്ത്രത്തിനും മേനിക്കുമെല്ലാം അത് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുഗന്ധം ഇഷ്ടപ്പെടുന്ന പ്രവാചകരുടെ ശരീരമോ എപ്പോഴും സുഗന്ധം അടിച്ചു വീശുന്ന വ്യക്തിയാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് ശരീരത്തിന്. അങ്ങനത്തെ നബിതങ്ങൾ വീണ്ടും ശരീരത്തിലേക്ക് അത്തർ പുരട്ടണമെങ്കിൽ എത്രത്തോളം സുഗന്ധം പ്രവാചകർ ഇഷ്ടപ്പെട്ടിരുന്നു ചിന്തിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് ദുർഗന്ധമില്ല. അവിടുത്തെ വിയർപ്പ് പോലും സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ
അത് ശേഖരിച്ച് വെച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സുഗന്ധമായിരുന്നു. അത്തറായിരുന്നു പ്രവാചകരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ, വമിക്കുന്നതായ, പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന വസ്തുവിന് പോലും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടേത് നേരെ തിരിച്ചാണ്, നല്ല ദുർഗന്ധമാണ്. എന്നിട്ട് പോലും നമ്മൾ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അപ്പോൾ സുഗന്ധത്തെ ഇഷ്ടപ്പെടണം. 2, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വന്നിസാ, എൻ്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾക്ക് നബിതങ്ങളുടെ ഭാര്യമാരോട് വലിയ പ്രിയം. അങ്ങനെ വേണം. മറ്റൊരാളുടെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയോട് വല്ലാത്ത ഇഷ്ടവും താല്പര്യവും. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, ഈ ദുന്യാവിൽ എനിക്കിഷ്ടമുള്ള 2ാമത്തെ വസ്തു എൻ്റെ ഭാര്യമാരാണ്. അങ്ങനെ തന്നെ വേണമല്ലോ. സ്വന്തം ഭാര്യ ഇഷ്ടപ്പെടുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടുന്ന എത്ര ഭാര്യമാർ നമുക്കിടയിലുണ്ട്? അവരുടെ കുറ്റവും കുറവും മാത്രം എടുത്തു പറയുന്ന ആളുകളുണ്ട് ഇരുവിഭാഗത്തിലും. പുരുഷന്മാരുടെ ഭർത്താവിൻ്റെ കുറ്റം മാത്രം എടുത്തുയർത്തി ജനങ്ങളോട് പറയുക, കൂട്ടുകാരികളോട് പറയുക, ബന്ധുക്കളോട് പറയുക, ഉമ്മായോട് പറയുക, നാട്ടുകാരോട് പറയുക. ഒരു നന്മയും അദ്ദേഹത്തിൻ്റെ ഇന്ന് വരെ കാണാത്തതുപോലെ പറഞ്ഞു നടക്കുക. 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരൊറ്റ കറാഹത്ത് വന്നെങ്കിൽ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നടക്കുക. അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് മാത്രം കാണുമ്പോൾ അത് പൊക്കി പറയുക. നന്മ എത്രയോ ഉണ്ടായിട്ടുണ്ട്, അത് പറയാതിരിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ അവൾ കറി വെച്ചപ്പോൾ അല്പം ഒന്ന് ഉപ്പ് കൂടിപ്പോയി, അത് വലിയ പ്രശ്നമുണ്ടാക്കി കോലാഹലം സൃഷ്ടിച്ചു. എന്നാൽ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് അവൾ കറി വെച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, അതിനവളെ പ്രശംസിക്കുന്നുമില്ല. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്, അതിന് മാറ്റം വരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഓരോരുത്തരും അങ്ങനെ പറയാൻ സാധിക്കണം ഈ മജ്ലിസ് പിരിയുമ്പോൾ. കാരണം നബി ഇഷ്ടപ്പെട്ടതിനെ നമ്മളും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ് 3ാമത്തെ വസ്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത്, പടച്ചറബുമായിട്ടുള്ള ഭാഷണമാണ്. അവനുമായിട്ടുള്ളതാകുന്ന ഇബാദത്തിൽ താല്പര്യമാണ്, ലദ്ദത്താണ്. എനിക്ക് 3ാമതായിട്ട് ഏറ്റവും പ്രിയമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ വേണേൽ ആദ്യത്തെ 2 ഇഷ്ടപ്പെടും. അത്തരം തേച്ച് പെണ്ണുമ്പോളെ എടുത്ത് മാറിയിരിക്കും. ഉസ്താദ് പറഞ്ഞായിരുന്നു, നാളെ ഒരു പണിക്കൊന്നും പോകുന്നില്ല. ഒന്ന് അത്ര അടിക്കുക, 2ാമത്തെ പെണ്ണുങ്ങളെടുത്തിരിക്കുക, ആയിക്കോട്ടെ, അത് 2 ഓക്കെ. 3ാമത്തത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പണ്ട് മുതലേ കമ്മിറ്റിയുടെ ഓഫീസ് പൂട്ടിയിട്ട് വെളിയിലോട്ടിറങ്ങിയ ശീലം. അള്ളാഹു മുളക്കാക്കട്ടെ. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവമാണ്, പ്രത്യേകിച്ച് ഈ മാസം. ഇത് റജബ് മാസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് ദർശിച്ചതായ പുണ്യമാക്കപ്പെട്ടതായ മാസമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാനി എന്ന് പറയുന്ന എളാമയുടെ വീട്ടിൽ വിശ്രമിക്കുന്നതായ വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകരെ വിളിച്ചുണർത്തുകയാണ്. ആദരവായ പ്രവാചകനെ പറയുന്നു, എൻ്റെ ഹൃദയം പുറത്തെടുക്കുകയാണ്. ആ ഹൃദയത്തെ മലക്കുകളിതാ സംസം വെള്ളം കൊണ്ട് കഴുകിയത്രേ. എന്നിട്ട് അതിനുള്ളിലേക്ക് പവിത്രമാക്കപ്പെട്ട ഈമാനിനെയും ഹിക്മത്തിനെയും കൊണ്ട് നിറയ്ക്കുകയാണ്. വീണ്ടും പഴയതുപോലെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച് എൻ്റെ ഹൃദയത്തെ വീണ്ടും പഴയതുപോലെ വെക്കുകയാണ്. എന്നിട്ട് എന്നോടായി പറഞ്ഞു, ഖും യാ റസൂലല്ലാഹ് വതുഫ് ബിൽ ബൈതി സബഅ. നബിയെ എഴുന്നേൽക്കൂ റസൂലേ, നമുക്കൊരു യാത്ര പോകാം ഹബീബേ. അള്ളാഹുവിൻ്റെ റസൂലിനെയും വിളിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ടതായ പരിശുദ്ധ കാബയുടെ പരിസരത്തേക്ക് കൊണ്ടുപോയാണ്. മസ്ജിദുൽ അഖ്സ പരിശുദ്ധമാക്കപ്പെട്ടതായ കാബയുടെ പരിസരത്ത് വന്ന് നബിയോട് പറയുന്നു, നബിയെ തുഫ് ബിൽ ബൈതി സബഅ, ഈ വിശുദ്ധമാക്കപ്പെട്ട കാബ 7 പ്രാവശ്യം തവാഫ് ചെയ്യൂ റസൂലേ. ബറക്കത്തുടയവനായ അള്ളാഹുവിൻ്റെ നിർദ്ദേശ
നിർദ്ദേശമാണ്. ബറക്കത്തുള്ള ഗേഹമാകുന്ന പവിത്രമാക്കപ്പെട്ടതായ കഅബ വന്നുകൊണ്ട്, ബറക്കത്താക്കപ്പെട്ടതായ കഅബയിൽ വന്നുകൊണ്ട് തവാഫ് നിർവഹിക്കൂ റസൂലേ. ബറക്കത്തുള്ള ഒരു യാത്ര പോകാം ഹബീബേ. നുബുവത്ത് കിട്ടിയിട്ട് 11ാമത്തെ വർഷമാണ് സംഭവം. 10ാമത്തെ വർഷം 49 വയസ്സും 6 മാസവും എത്തി നിൽക്കുന്ന വേളയിൽ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന പിതൃവ്യനാകുന്ന അബൂ ത്വാലിബ് റമദാൻ 12 മരണപ്പെട്ടതിൻ്റെ വേർപാടിൽ നൊമ്പരപ്പെട്ട് നിലകൊള്ളുന്ന പ്രവാചകന് റമദാൻ 15 ആകുമ്പോഴേക്ക്, അഥവാ 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയതമയാകുന്ന ഭാര്യയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്താവുകയാണ്. 2 മരണങ്ങൾ കുടുംബത്തിൽ നടക്കുകയാണ്. ആദരവായ പ്രവാചകർ വല്ലാതെ വിഷമിക്കുകയാണ്, ദുഃഖിച്ച് നിലകൊള്ളുകയാണ്. 1 വർഷത്തോളം വ്യസനിച്ച് ദുഃഖിച്ച് നിലകൊണ്ടതായ പ്രവാചകർക്ക് അള്ളാഹുവിൻ്റെ റസൂലിന് സന്തോഷത്തിൻ്റെ യാത്ര തൊട്ടടുത്ത വർഷം പരിശുദ്ധമായ റജബ് 27-ാം രാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുകയാണ്. അള്ളാഹുവിൻ്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയാണ്. കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകർക്കിനി കാണാനുള്ളത് അള്ളാഹുവിനെ മാത്രമാണ്. ബാക്കിയുള്ള സർവ്വതും ആ പ്രവാചകന്റെ താഴത്തെ തട്ടിൽ നിലകൊള്ളുന്ന വസ്തുക്കളാണ്. മുകളിൽ നിലകൊള്ളുന്ന പടച്ചറബിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ, തൻ്റെ മുകളിൽ നിലകൊള്ളുന്ന അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ആദരവായ പ്രവാചകരോട് പറയുന്നു, നബിയേ തങ്ങളൊന്ന് തവാഫ് ചെയ്യോ റസൂലേ. ഹബീബായ നബി തങ്ങൾ സന്തോഷത്തോടുകൂടി പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതാ പവിത്രമാക്കപ്പെട്ടതായ ബുറാഖ് എന്ന വാഹനത്തെ കൊണ്ടുവരപ്പെടുകയാ. എന്നോട് പറഞ്ഞു, ഇർകബ് യാ മുഹമ്മദേ കയറൂ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ബുറാഖ് എന്ന വാഹനത്തിലേക്ക് കയറുകയാണ്. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്. ഇമാം ബുഖാരി ഓർമ്മപ്പെടുത്തുകയാണ്, വഹിയ ദാബത്തുൻ അബിയളൂ ഫൗഖൽ ഹിമാർ വദൂനൽ ബഗ്ലി. വെളുത്ത നിറത്തിലുള്ളതായ മൃഗമാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമാണ് ബുറാഖ് എന്ന വാഹനം. തവീലുൻ നീളമുള്ളതായ മൃഗമാണ്. പഠിച്ചു വെക്കണേ, കാലാമ്പൂരിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദരങ്ങളെ, യുവതികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ആദരവായ പ്രവാചകന് നൽകപ്പെട്ടതായ ബുറാഖ് എന്ന വാഹനത്തെ കുറിച്ച് നബിതങ്ങൾ തന്നെ വർണ്ണിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. വഹിയ ദാബത്തുൻ അബിയളൂ തവീലുൻ ഫൗഖൽ ഹിമാർ വദൂനൽ ബഗ്ലി. കഴുതയേക്കാൾ ഉയർന്നതും എന്നാൽ കോവർ കഴുതയേക്കാൾ പൊക്കം കറുവുമുള്ള നല്ല വെളുത്ത നിറത്തിലുള്ള നീളമുള്ളതായ ഒരു മൃഗമാണ് ബുറാഖ് എന്ന വാഹനമെന്ന് നബിയുനാ റസൂലുള്ളാഹി യളൗ ഹാഫിറതഹു ഇൻദ മുൻതഹാ തർഫിഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ബുറാഖ് എന്ന വാഹനത്തിൻ്റെതായ വേഗതയെക്കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്. അതിൻ്റെ നോട്ടം എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്തേക്ക് ഓരോ ചവിട്ടടി വെക്കുകയാണ്, അതിൻ്റെ കുളമ്പടി വെക്കുകയാണ്. അത്രയേറെ അതിശക്തമാകുന്ന വേഗതയിൽ, അതിശീഘ്രമാകുന്ന വേഗതയിൽ, നല്ല സ്പീഡിൽ പോകുന്നതായ വാഹനമാണ്. അതിനുള്ളിലേക്ക് കയറാൻ എന്നോട് പറഞ്ഞു. ഞാനും ജിബ്രീലും അതിനുള്ളിലേക്ക് കയറുകയാണ്, പറക്കുകയാണ്. സെക്കൻഡിനുള്ളിൽ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് 2 മാസത്തെ വഴി ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, പലസ്തീനിൻ്റെ മണ്ണിലേക്ക് പറന്നു പോകുകയാ. സുബ്ഹാനല്ലാഹ്.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ ആ യാത്രയെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തൻ്റെ അടിമയെ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തി കൊണ്ടുവന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അത്ഭുതത്തിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര, അഥവാ മക്കയിലെ വിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നിന്ന് പലസ്തീനിലെ പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ 2 മാസത്തെ വഴിദൂരം. അന്ന് നല്ല ഒരു ആരോഗ്യമുള്ള കുതിരയുടെ പുറത്ത് വേഗതയിൽ നിർത്താതെ സഞ്ചരിച്ചാൽ 2 മാസം എടുക്കും പലസ്തീനിലേക്ക് എത്താൻ, അന്ന് അക്കാലഘട്ടത്ത്. അവിടേക്കാണ് രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും എത്തുന്നത്. അതിൻ്റെ പേരാണ് ഇസ്റാ. ആ യാത്രയുടെ പേരാണ് ഇസ്റാ. ഈ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, സാർ എന്താ ഇപ്പോൾ ഇസ്റാ മിഅ്റാജ്? മിക്കവർക്കും അത് അറിയില്ല. എല്ലാവരും ഓർമ്മ അതറിയാം. ആർക്കറിയാം? ഇസ്റാ വേറെ, മിഅ്റാജ് വേറെ, രണ്ടും രണ്ടാണ്. പറയുമ്പോൾ ഒന്നിച്ച് പറയും ഇസ്റാ മിഅ്റാജ്. ഇസ്റാ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ പലസ്തീനിലേക്കുള്ള യാത്രയാണ്. എന്ത്? ഇസ്റാ. അതേ രാത്രിയിൽ നിന്ന് തന്നെ നേരം പുലരുന്നതിന് മുമ്പ് മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഖുബ്ബത്തു സഹ്റായിൽ ഒരു പാറയുടെ പുറത്ത് നിന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി. വഉറൂജുഹു ഇലാ മാ ഷാ അല്ലാഹു ഫൗഖ സമാവാതി സബ്ഇ ഹുവൽ മിഅ്റാജു. അല്ലാഹുവിൻ്റെ തിരുഹളറത്തിലേക്കെത്തി. പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഖുബ്ബത്തു സഹ്റായിൽ നിന്ന് അള്ളാഹുവിൻ്റെ തിരുഹളറത്തിലേക്ക് അവിടെ നിന്ന് എത്തിയതിനാണ് എന്ത് പറയുന്നത്? മിഅ്റാജ്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒറ്റ രാത്രിയിൽ തന്നെയാണ് നടന്നത്, അതും വളരെ കുറഞ്ഞ സമയം. അതുകൊണ്ടാണ് ലൈലൻ എന്ന് നെക്കറയായി പ്രയോഗിച്ചത്. സദസ്സിൽ സാധുമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, അവർക്കറിയാം. അലിഫ്ലാം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ മഅരിഫയാക്കാതെ ലൈലൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വളരെ കുറഞ്ഞ സമയത്തെ യാത്രയാണ്. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം. ഉമ്മഹാനിൻ്റെ വീട്ടിൽ, എളാമയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു, വിളിച്ചു കൊണ്ടുപോകുന്നു, തവാഫ് ചെയ്യുന്നു. പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയി. നേരം പുലരുന്നതിന് മുമ്പ് ആൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആകാശഭൂമികൾ മുഴുവൻ കറങ്ങിയിട്ട് വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാകുമ്പോഴല്ലേ അത്ഭുതമുള്ളൂ. ഇത് അന്നത് പറഞ്ഞപ്പോൾ വലിയ അത്ഭുതം എല്ലാവർക്കും. ഇന്ന് സത്യത്തിൽ ഇത് അത്ഭുതമേ അല്ല. കാരണം ഇന്ന് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അമാനിലേക്ക്, ജോർദാനിലെ അമാൻ എയർപോർട്ടിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മതി. ഒറ്റ രാത്രി കൊണ്ട് എത്തിച്ചു തരാം. ഫ്ലൈറ്റ് മാർഗം. അന്ന് ഫ്ലൈറ്റും ഇല്ല, ഒരു സംഭവം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്നുള്ള ജനതയോട് ഇത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ മുർത്തദ്ദായിപ്പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയുണ്ടായി. ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ നടന്നു വരുന്ന വലിയൊരു ആചാര അനുഷ്ഠാനമാണ് ചേലാകർമ്മം എന്ന് പറയുന്ന സുന്നത്ത് കല്യാണം. ആണോ അല്ലയോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിലേക്ക് ഒരാൾ ഹർജി കൊടുത്തു. മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണത നിർത്തണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ലിംഗത്തിൻ്റെ അഗ്രം വിച്ഛേദിക്കുന്ന ഈ പ്രവണത അത് മനുഷ്യനെതിരാണ്, മനുഷ്യഹത്യയാണത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യക്തി ഹർജി കൊടുത്തിരിക്കുകയാണ്. ഏതോ ഒരുത്തൻ, ബുദ്ധിശൂന്യനായ ഒരു വ്യക്തി. എന്നാൽ ഇതേ നാട്ടിൽ തന്നെ ലിംഗം പരിപൂർണമായി വിച്ഛേദിച്ച്, ഇത് അഗ്രമാണ്, ലിംഗം പൂർണ്ണമായി വിച്ഛേദിച്ചിട്ട് സ്ത്രീയായി ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ആണോ അല്ലയോ? ഉണ്ടല്ലോ. അവർക്ക് എല്ലാവിധ കൊടയും പിടിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ. എന്തു വിരോധാഭാസമാണ്! ചിന്തിക്കാൻ പറഞ്ഞതാണ്.
ഇതേ കാലയളവിൽ തന്നെ ലിംഗം പൂർണ്ണമായി വിച്ഛേദിച്ചിട്ട് സ്ത്രീയായി നടക്കുന്ന ആളുകളുണ്ട്. ഉള്ള 2 സ്ഥലങ്ങളും പരിപൂർണമായി മുറിച്ച് കളഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതായ ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. യഥാർത്ഥത്തിൽ പെണ്ണാണ്, പക്ഷെ ആണായി ചമഞ്ഞിട്ട് നിൽക്കാണ്. ഗർഭപാത്രമുണ്ട്, ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ല. 2 സ്ഥലങ്ങളും പരിപൂർണമായി മുറിച്ചു മാറ്റി. ഗർഭം ധരിച്ചു, കുഞ്ഞ് പ്രസവിച്ചു. ഇനി ആ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല, കാരണം ഞാൻ എൻ്റെ 2 സ്ഥലങ്ങളും മുറിച്ചു മാറ്റിയല്ലോ എന്ന് തൂനായിരുന്നു. അല്ലേ? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് പ്രവാചകർ പ്രസവിക്കപ്പെട്ടത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഔലിയാക്കളും മഹത്തുക്കളും അയിമ്മത്തുകളും സജ്ജനങ്ങളും സാലിഹീങ്ങളും സലഫ് സാലിഹീങ്ങളും എല്ലാ സഹോദരങ്ങളും ചെയ്തു വന്നതായ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ചേലാകർമ്മം. അത് ചെയ്യണ്ട എന്ന് വാദിച്ചിരുന്നതായ ആളുകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് യഹൂദന്മാർ ചെയ്യുന്നുണ്ട്, ജൂതന്മാർ ചെയ്യുന്നുണ്ട്, നസ്രാണികൾ ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഡോക്ടേഴ്സുമാർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്നു ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് പലവിധത്തിലുള്ളതാകുന്ന രോഗങ്ങൾ വരും, അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അണുബാധ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ ചേലാകർമ്മം ചെയ്യൽ ഉത്തമമാണ്. ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ലിംഗാർബുദം രോഗം, ക്യാൻസർ, മാരകമാകുന്ന രോഗം ഒരിക്കൽ പക്ഷേ അവന് പിടിപെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേലാകർമ്മം ചെയ്യൽ നല്ലതാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണിപ്പോൾ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് ചിന്തിക്കണം. ഇസ്ലാം അന്ന് പറഞ്ഞിരുന്ന ഇബ്രാഹിം നബിയുടെ കാലത്ത് കൊണ്ടുവന്നിരുന്നതായ കാര്യം ഇന്നത്തെ തലമുറയിൽ ശാസ്ത്രം വിളിച്ചു പറയുന്നു അത് ചെയ്യൽ നല്ലതാണെന്ന്. ഇങ്ങനെയാണ് എല്ലാ കാര്യവും. ഇതേപോലെ തന്നെയായിരുന്നു ഇസ്രാഉം മിഅ്റാജും. അന്ന് ജനങ്ങൾ എതിർത്തു, കാരണം അന്ന് ഫ്ലൈറ്റില്ല. ഈ പോയി പറഞ്ഞതുപോലെ പെട്ടെന്ന് പോയിട്ട് ഒറ്റ രാത്രി കൊണ്ട് 2 മാസത്തെ വഴിദൂരം പോകേണ്ട സംഭവമൊക്കെ ഒറ്റ രാത്രി പോയിട്ട് വന്നു. അവിടെ നിന്ന് അള്ളാഹയെ കണ്ടിട്ട് വന്നെന്ന് ഒക്കെ പറയുന്നത് മുഹമ്മദ് വട്ട് പറയാൻ എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച ആളുകൾ തന്നെ മുർത്തദായി പോയിട്ടുണ്ട്. അന്ന് ധാരാളം ആളുകൾ. അന്ന് വിശ്വസിച്ച വ്യക്തിക്ക് നബി വെച്ചു കൊടുത്ത പേരാണെന്ത്? സിദ്ദീഖ്. ആർക്ക്? ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആ പേര് കിട്ടുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഇസ്ലാമിൻ്റെതാകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പ്രാകൃതമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പിൽക്കാലത്ത് ശാസ്ത്രലോകം തന്നെ അത് അംഗീകരിച്ചതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് ഞാൻ സാന്ദർഭികമായി ഇടയ്ക്കൊന്ന് പറഞ്ഞത്.